ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഒരേ രീതിയിലൊക്കെ ആയിരിക്കും മിക്കതും, ഒത്തിരി അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത ഒന്നാണ് ചെറുപയർ കറി. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിനകത്തോട്ട് 1 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുപയറൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി ഇതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു രാത്രി മുഴുവൻ ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 മണിക്കൂർ മുതൽ മുന്നോട്ട് അങ്ങനെ നമുക്ക് കുതിർത്ത് വെക്കാവുന്നതാണ്. 4 മണിക്കൂറിലും കുതിർത്ത് നമുക്ക് കാര്യങ്ങൾ കറിയായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഒരു രാത്രി മുഴുവനാണ് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കുതിർന്നൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൽ ഇതൊന്ന് ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കുക്കറിനകത്തോട്ട് ഈ ഒരു പയറെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, അത് മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കറിയൊക്കെ ഉണ്ടായി നമ്മൾ വരുമ്പോഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർക്കാം. അപ്പോൾ ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനൊരു മിക്സിയിൽ ഒരു തക്കാളിയുടെ ഒരു മിക്സ് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് മിക്സി എടുക്കുക. അതിനകത്തോട്ട് 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് അരിഞ്ഞ് ഇതിനകത്തോട്ട് മിക്സിക്കകത്തോട്ട് ഒന്ന് മാറ്റിയിടാം. അടുത്തത് ഇതിനകത്തോട്ട് വളരെ കുറച്ച് ഒരു 3-4 ഇല കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഞാനത് നടുവേ മുറിച്ചിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യമാണ് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ച് നല്ല പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ നേരം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ എന്താ പറയുക, കല്ല് പോലെയല്ല കിടക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മളിത് കുക്കറിനകത്ത് 2 തവണയാണ് 2 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉഴുന്നും പരിപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനൊന്നും ഉഴുന്ന് ചേർക്കുന്നില്ല. ഞാൻ പിന്നെ ഇതിനകത്ത് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകത്തിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് സവോള. ഞാനിവിടെ ഒരു സവോള വലിയത് ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മീഡിയം സൈസായിട്ടുള്ള സവോള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 എണ്ണമായിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഞാനിവിടെ വലിയ എരിവില്ലാത്തതായതുകൊണ്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ അല്പം കറിവേപ്പിലും കൂടെ ഒന്ന് കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത്രത്തോളം ഫ്ലേവർ നമ്മുടെ ഈ ഒരു കറിയിലേക്കും അതിൻ്റെ ഒരു മണവും രുചിയൊക്കെ കൂടുതൽ കിട്ടും കറിവേപ്പിലയുടെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർക്കാം. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഇടികല്ലിലൊന്ന് ഇടിച്ചിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിരക്ക് പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് മാറ്റുക. മസാലപ്പൊടികൾ ആദ്യം ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. പിന്നെ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഗരം മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. പക്ഷെ ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. ഇതൊരു നാടൻ രീതിക്ക് ആയതുകൊണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ ആ മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയുടെയും ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഒന്നില്ലെങ്കിൽ മൂടി വെക്കാം, അല്ലെങ്കിൽ ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെയാണ് ഇതൊന്ന് ആ തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ സൈഡിൽ തെളിയാനൊക്കെ തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുന്നേ തന്നെ പയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ അത് മനസ്സിൽ കാണുക, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിപ്പോവും. ഇനി നമുക്കിതാ ഇതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അത് തന്നെ ആ ഒരു തക്കാളിയുടെ നീരൊക്കെ ഒഴിച്ചപ്പം ഇപ്പോഴത്തെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തള വരുന്നത് വരെ, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത്. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 1-2 തള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നല്ലൊരു 2 തളയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇടയ്ക്ക് നോക്കിയായിരുന്നു, ഉപ്പ് എല്ലാം കറക്റ്റാണ്. ഇനി നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഒന്ന് ഇടയ്ക്ക് മേലെ ഒന്ന് വെതറി കൊടുക്കാം. ഗരം മസാല ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഒന്ന് മേലെ തൂവി കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.